നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ വിമാന സർവീസ് വിലക്കുകളിൽ ഏറ്റവും കൂടുതൽ ദുരിതം നേരിടേണ്ടി വന്ന വിഭാഗമാണ് പ്രവാസികൾ. ജോലി നഷ്ടപ്പെടാതിരിക്കാനും വിസ കാലാവധി തീരാതിരിക്കാനും നെട്ടോട്ടമോടുകയാണ് അവർ. എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് എത്തിച്ചേരുക എന്നതാണ് പ്രവാസികളുടെ ലക്ഷ്യം. അതിനാൽ തന്നെ പല മാർഗങ്ങളും പരീക്ഷിക്കുകയാണ് അവർ. ഇപ്പോഴാ പ്രവാസികൾക്ക് മുന്നറിയിപ്പുമായി നോർക്ക റൂട്ട്സ് എത്തിയിരിക്കുകയാണ്. സൗദിയിലേക്കുള്ള യാത്രാ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. വിമാന ഗതാഗതം ഇല്ലാത്തതിനെ തുടർന്ന് റോഡ് മാർഗം ബഹ്റൈനിൽ നിന്ന് സൗദി അറേബ്യയിൽ പോകുന്നതിനായി ശ്രമിച്ച് അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി മലയാളികളാണ്. അവരെ സൗദിയിൽ എത്തിക്കുന്നതിനോ തിരിച്ച് നാട്ടിലെത്തിക്കുന്നതിനോ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ഇളങ്കോവൻ IAS ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബഹ്റൈൻ, സൗദി അറേബ്യ ഇന്ത്യൻ അംബാസിഡർമാർക്കാണ് ഇക്കാര്യം ഉന്നയിച്ച് കത്തയച്ചത്. നിരവധി മലയാളികളാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. സ്വകാര്യ ഏജൻസികൾ നൽകുന്ന ഇത്തരം വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്നും നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. അതേസമയം കോവിഡ് വ്യാപനം തുടങ്ങിയ കഴിഞ്ഞ വർഷം തന്നെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ സൗദി അറേബ്യ വിലക്കേർപ്പെടുത്തുകയായിരുന്നു. എന്നാൽ മെയ് 17-ന് സൗദി അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള വിലക്ക് പിൻവലിച്ചെങ്കിലും കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് തുടരുകയാണ്. ഇതുമൂലം അവസാനത്തെ 2 ആഴ്ചക്കിടയിൽ ഈ രാഷ്ട്രങ്ങളിലൂടെ യാത്ര ചെയ്തവർക്കും പ്രവേശനത്തിന് അനുമതി ഇല്ല താനും. എന്നാൽ സൗദി പൗരന്മാർ, അവരുടെ വീട്ടുജോലിക്കാർ, ആരോഗ്യ പ്രവർത്തകർ, നയതന്ത്ര പ്രതിനിധികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇവർക്ക് PCR നെഗറ്റീവ് റിസൾട്ടും 14 ദിവസത്തെ ക്വാറന്റൈനും നിർബന്ധമാണ്. ഇതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള 2 ഡോസ് വാക്സിൻ എടുത്ത പ്രവാസികൾക്ക് ക്വാറന്റൈൻ വേണ്ടെന്ന് സൗദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. 1 ഡോസ് വാക്സിൻ എടുത്തവർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ മതിയാകുന്നതാണ്. എന്നാൽ സൗദിയിലേക്ക് എത്തിച്ചേരുവാൻ എളുപ്പമാർഗം എന്നത് ബഹ്റൈൻ ആയിരുന്നു. അതാണ് ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബഹ്റൈൻ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടുകൂടി പ്രവാസികളുടെ ആശ്വാസമായിരുന്ന ഈ വഴിയും അടഞ്ഞിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.